ഈ നിളാതീരം, ഈ തട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ജനിച്ച് ജീവിച്ച് മരിച്ച് ഇപ്പോഴും നല്ല നല്ല റിച്ച് ആയിട്ടുള്ള മനുഷ്യരിവിടെ. കേരളത്തിൻ്റെ സാംസ്കാരിക ഒരു തലസ്ഥാനം എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ സിനിമയിലായാലും അല്ലെങ്കിൽ ചിത്രത്തിലായാലും കഥയിലായാലും മറ്റുള്ള രീതിയിൽ പുതിയ ജനറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആനക്കര വന്നപ്പോൾ തൊട്ട് ഇവിടെ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്ന ആളാണ്. പിന്നെ എന്തോ നിലയ്ക്ക് എത്തി. പിന്നെ എടത്തനാട്ടിലേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് ഓമന ടീച്ചറെ എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് കിട്ടിയത്. പക്ഷെ അവരുടെ ആ ഒരു നേച്ചറിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത്രയും നല്ലൊരു കലാകാരനാവുമായിരുന്നില്ല. ഇപ്പോൾ PF ലോണൊക്കെ എടുത്താൽ ക്യാൻവാസ് വാങ്ങാനും പെയിൻറ്റ് വാങ്ങാനൊക്കെ പെർമിഷൻ തരും. അതുപോലെ പരിഷത്തിൻ്റെ ക്യാമ്പുകൾ നടത്താനായിട്ട് ഓർണമെൻറ്റ്സൊക്കെ പണയം വയ്ക്കാൻ തരും. അങ്ങനത്തെ ടീച്ചർമാരെ വല്ലവരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതാണ് എൻ്റെ എല്ലാ വളർച്ചയ്ക്കും കാരണം. മാത്രമല്ല, ഈ തട്ടകത്തിൽ ജീവിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ആരോ നേരത്തെ പറഞ്ഞല്ലോ, ആ വർണ്ണമേളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ വർണ്ണമേളത്തിന് മുൻപും വർണ്ണമേളത്തിന് ശേഷവും ഒരു പാർട്ട് കുമരലൂരിൽ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഇതെനിക്ക് മറ്റു രീതിയിലും അനുഭവമാണ്. മുക്കുതലയിലും അതെ. ഇവിടുത്തെ വർണ്ണമേളം കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം അവിടെ ചിത്രക ഒരു ക്യാമ്പ് ഉണ്ടാക്കി. അവിടെ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. അവർ പറയും ചിത്രകത്തിന് ശേഷം ഇവിടെ ഒരു മാറ്റം വന്നുവിട്ടാന്ന് പറയും. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഈ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് രാജസ്ഥാനിലൊരു ക്യാമ്പിലേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഇപ്പോഴും രാജഭരണം മോഡലില്ല. ആ രാജമാത വന്നിട്ട് ഞങ്ങളെയൊക്കെ അഭിമുഖം ചെയ്ത് 150 ആർട്ടിസ്റ്റുമാരാണ്. അവരോട് പറഞ്ഞത്, ഞങ്ങളുടെ ഇവിടെ ഒരു 11 വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല. അവരുടെ ഹിന്ദിയിലാണ് പറയണത്. അപ്പോൾ ഞങ്ങൾക്ക് പണ്ട് മുതലുള്ള ഒരു വിശ്വാസം, കുറച്ച് നല്ല മനുഷ്യരെ കൊടുന്ന് അവർക്ക് സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ ചിത്രം വരപ്പിച്ച് പാട്ട് പാടിച്ച് അങ്ങനെ ഇവരിവിടെ വന്നു പോയാൽ തന്നെ നാട്ടിൽ ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ വരുന്ന ഒരു അന്ധവിശ്വാസം പോലെ ഉണ്ട് അത്രേ. അതിന് വേണ്ടിയിട്ട് സർക്കാരും സന്നദ്ധ സംഘടനകളൊക്കെ മെനക്കെട്ട് കുറേ പേര് സംഘടിപ്പിച്ച് വന്നതാണ്. പിന്നെ എന്തോ ദൈവാധീനം, ഞാനിവിടെ തിരിച്ചു വന്ന് പേപ്പറിൽ വാർത്ത കണ്ടപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഇതാ അന്ധവിശ്വാസം ശരിയാണെന്നാ തോന്നുന്നത്, രാജസ്ഥാനിൽ മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കാണണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം ഒരു നിമിത്തമാണ്. സത്യത്തിൽ ഞാൻ ചിത്രകലയിലേക്ക് വന്ന് ഡ്രോയിങ് മാഷായിട്ട് പണി കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല. അന്ന് കാലത്ത് ഡ്രോയിങ് മാഷന്മാരെ വയ്ക്കാറില്ല. കാരണം 57 മുതൽ 67, 77, 60 വരെയൊക്കെ ഇവിടെ ഡ്രോയിങ് പോസ്റ്റ് നിർത്തിവെച്ച കാലത്താണ് ഞാൻ പഠിക്കുന്നത്. 67 മുതൽ 77 വരെ. അപ്പോൾ ആ ചിത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി പഠിച്ചതാണ്. എന്തായാലും ഇനി ഞാൻ പറഞ്ഞ് എല്ലാവരും വല്ലാതെയും ബോറടിപ്പിക്കുന്നില്ല. എന്നെ ഓർത്തതിനും വിളിച്ചതിനും വളരെ വളരെ നന്ദി. അടുത്തതായി നമ്മുടെ ഓമന ടീച്ചർ. വേദിയിലെ പ്രിയപ്പെട്ടവർ, അതുപോലെ സദസ്സിലെ സുഹൃത്തുക്കളെ,